ദൈവമായ കർത്താവ് ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തെ നീട്ടി തന്നിരിക്കുകയാണ്. അവിടുന്ന് ചൊരിഞ്ഞ നന്മകളെ, അനുഗ്രഹങ്ങളെ, ആയുസ്, ആരോഗ്യത്തെ ഓർത്ത് അവിടുത്തെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് ദൈവം പോലും നമ്മുടെ കൂടെ ഇല്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങുന്ന എല്ലാ ജീവിതങ്ങളെ, പ്രത്യേകിച്ച് കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ജീവിത ഭാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം 16:3 പറയുന്നുണ്ട്, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവാശ്രയത്തോടെ ആരെല്ലാം ദൈവത്തിൽ പരിപൂർണമായിട്ടും പ്രത്യാശയോടെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നുവോ അവരുടെ കൂടെ ദൈവമായ കർത്താവ് കൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കർത്താവിൻ്റെ വലിയ ഒരു കരത്തിൻ്റെ ബലം കൂടി ഉണ്ടാകും. വിശ്വസിക്കാം മക്കളെ. കാരണം പ്രഭാഷണന്റെ പുസ്തകം 11:21 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ദൈവത്തിന് നമ്മെ സുഖപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുടെ നിറവിലേക്ക് നയിക്കുവാൻ ദൂരമോ സമയമോ മാസങ്ങളോ വർഷങ്ങളോ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് ഒരു നിമിഷം മതി. കാരണം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ്, ദൈവത്തിൽ ശരണം വയ്ക്കുക, ആശ്രയം വയ്ക്കുക, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, പ്രത്യാശയോടുകൂടി. അപ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ തക്ക സമയത്ത് താഴ്മയിൽ നിൽക്കുമ്പോൾ ഉയർത്തുന്നവൻ മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ ജോബിന്റെ പുസ്തകം 37 പറയുന്നുണ്ട്, തൻ്റെ കരത്തിന്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യ പ്രയത്നത്തിന് മുദ്രവയ്ക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ ഒന്നുമില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ ആ ഒരു അടയാള മുദ്ര കൂടെയുണ്ട്. കാരണം ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു വലിയൊരു ആ ഒരു വാക്കാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ. കാരണം പറയുന്നവൻ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞവൻ കൂടെയുണ്ട്. ദൈവത്തിന്റെ എല്ലാ നന്മകള് നമ്മളിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം, വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കഷ്ടങ്ങള്, നമ്മുടെ നഷ്ടങ്ങള്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും ഏറ്റുവാങ്ങുവാൻ, സാഹചര്യങ്ങളെ, അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരബലം കൂടി ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം.